നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ മരണസംഖ്യ 14 ഉയർന്നു. ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീൺ മരണത്തിന് കീഴടങ്ങി. സ്ഫോടന സമയത്ത് 40ഓളം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നതായും നിലവിൽ 11 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നതായും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉന്നതതല സംഘത്തിന്റെ നേതൃത്വത്തിൽ DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നടപടികൾ ആരംഭിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തുന്നതിനെക്കുറിച്ച് ദേവസ്വങ്ങളുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും ജസ്റ്റിസ് CM രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനും ഉത്തരവിട്ടു. കടങ്ങോട് തെക്കുമുറിയിൽ പേവിഷബാധ സംശയിക്കുന്ന തെരുവ് പൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീജൻ, ചന്ദ്രമതി എന്നിവരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലൂടെ നടന്നുപോയ ശ്രീജനെ ആക്രമിച്ച ശേഷം വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെ കടിച്ചു പരിക്കേൽപ്പിച്ച പൂച്ചയെ വാർഡ് മെമ്പർ പ്രമീള മണികണ്ഠന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി നിരീക്ഷണത്തിലാക്കി. മുമ്പ് വെള്ളറക്കാടിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും തെരുവ് മൃഗങ്ങളെ നിയന്ത്രിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രദേശത്ത് കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. വടക്കാഞ്ചേരി കരുതക്കാട് പുത്തൻകുളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു. കടുത്ത ചൂടാണ് പ്രാഥമിക കാരണമായി സംശയിക്കുന്നതെങ്കിലും വാഴാനി കനാലിൽ നിന്ന് വെള്ളമെത്തി ജലസമൃദ്ധമായ കുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചാവുന്നത് ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ നിത്യോപയോഗത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സായതിനാൽ നഗരസഭയും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെട്ട് ജലപരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.